ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവറിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. 2024 നടക്കാൻ പോകുന്ന PSC എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന 25 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ മാത്രം ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയാർ ലീജിയൻ ദി ഓണർ നേടിയ മലയാളി ശാസ്ത്രജ്ഞ. ഉത്തരം VR ലളിതാംബിക. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയാർ ലീജിയൻ ദി ഓണർ നേടിയ മലയാളി ശാസ്ത്രജ്ഞയാണ് VR ലളിതാംബിക. അടുത്ത ചോദ്യം: ന്യൂസിലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ക്രിസ്റ്റഫർ ലക്സൺ. ന്യൂസിലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ക്രിസ്റ്റഫർ ലക്സൺ ആണ്. ക്രിസ്റ്റഫർ ലക്സൺ. അടുത്ത ചോദ്യം: 2023 ബാലൻഡിയോർ പുരസ്കാര ജേതാവ്. ഉത്തരം ലയണൽ മെസ്സി. 2023 ബാലൻഡിയോർ പുരസ്കാര ജേതാവ് ലയണൽ മെസ്സിയാണ്. ഇത് മെസ്സിയുടെ 8ാമത്തെ ബാലൻഡിയോർ പുരസ്കാരം ആയിരുന്നു. അടുത്ത ചോദ്യം: കാനന യാത്രയിൽ അയ്യപ്പ ഭക്തർക്ക് വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള വനം വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഉത്തരം IN. കാനന യാത്രയിൽ അയ്യപ്പ ഭക്തർക്ക് വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള വനം വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് IN. അടുത്ത ചോദ്യം: സുപ്രീം കോടതിയിൽ അടുത്തിടെ അനാച്ഛാദനം ചെയ്ത ഡോക്ടർ BR അംബേദ്കർ പ്രതിമയുടെ ശില്പി. ഉത്തരം നരേഷ് കുമാവത്. സുപ്രീം കോടതിയിൽ അടുത്തിടെ അനാച്ഛാദനം ചെയ്ത BR അംബേദ്കർ പ്രതിമയുടെ ശില്പി നരേഷ് കുമാവത്. അടുത്ത ചോദ്യം: കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദത്തെടുക്കൽ ബോധവൽക്കരണ പരിപാടി. ഉത്തരം താരാട്ട്. കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദത്തെടുക്കൽ ബോധവൽക്കരണ പരിപാടിയാണ് താരാട്ട്. അടുത്ത ചോദ്യം: തേജസ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഉത്തരം നരേന്ദ്രമോദി. തേജസ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അടുത്ത ചോദ്യം: റോക്കറ്റിംഗ് ത്രൂ ദ സ്കൈസ് ആൻ ഈവൻഫുൾ ലൈഫ് അറ്റ് ISRO എന്നത് ആരുടെ പുസ്തകമാണ്? ഉത്തരം G. മാധവൻ നായർ. റോക്കറ്റിംഗ് ത്രൂ ദ സ്കൈസ് ആൻ ഈവൻഫുൾ ലൈഫ് അറ്റ് ISRO എന്നത് ആരുടെ പുസ്തകമാണ്? മുൻ ISRO ചെയർമാനായിരുന്ന G. മാധവൻ നായരുടെ പുസ്തകമാണ് റോക്കറ്റിംഗ് ത്രൂ ദ സ്കൈസ് ആൻ ഈവൻഫുൾ ലൈഫ് അറ്റ് ISRO എന്നത്. അടുത്ത ചോദ്യം: കേരള കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരം നേടിയത്? ശ്രീ VS അച്യുതാനന്ദൻ. കേരള കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരം നേടിയത് VS അച്യുതാനന്ദനാണ്. അടുത്ത ചോദ്യം: ഒരു തദ്ദേശ സ്ഥാപനം ഒരു കായിക പദ്ധതി എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ക്യാമ്പയിൻ. ഉത്തരം പ്രോജക്ട് 1000. ഒരു തദ്ദേശ സ്ഥാപനം ഒരു കായിക പദ്ധതി എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ക്യാമ്പയിനാണ് പ്രോജക്ട് 1000. ഐക്യരാഷ്ട്രസഭ വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ആഗോള പഠന വിഷയ പട്ടികയിൽ ഇടം നേടിയ കേരള ടൂറിസം പദ്ധതി. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ. ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ആഗോള പഠന വിഷയ പട്ടികയിൽ ഇടം നേടിയ കേരള ടൂറിസത്തിന്റെ പദ്ധതിയാണ് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ. അടുത്ത ചോദ്യം: രാജ്യത്താദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ ആശുപത്രി. ഉത്തരം എറണാകുളം ജനറൽ ആശുപത്രി. രാജ്യത്താദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. അടുത്ത ചോദ്യം:
60 വയസ്സ് കഴിഞ്ഞ കിടപ്പ് രോഗികൾക്കായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി വയോസാന്ത്വനം. 60 വയസ്സ് കഴിഞ്ഞ കിടപ്പ് രോഗികൾക്കായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി വയോസാന്ത്വനം. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഗോത്ര സംസ്കാരത്തെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്നതിനായി ടൂറിസം വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഗോത്ര ഗ്രാമം. കേരളത്തിന്റെ ഗോത്ര സംസ്കാരത്തെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്നതിനായി ടൂറിസം വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഗോത്ര ഗ്രാമം. ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായി അടുത്തിടെ നിയമിതനായത് വിഷ്ണു ദിയോ സായ്. ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായി അടുത്തിടെ നിയമിതനായത് വിഷ്ണു ദിയോ സായ്. അടുത്ത ചോദ്യം, വിദേശ ഭാഷാ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള സിനിമ. ഉത്തരം 2018. വിദേശ ഭാഷാ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള സിനിമയാണ് 2018. വിദേശ ഭാഷാ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള സിനിമയാണ് 2018. അടുത്ത ചോദ്യം, 2023 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഉത്തരം 111. 2023 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111. 125 രാജ്യങ്ങളുടെ ലിസ്റ്റിലാണ് ഇന്ത്യ 111 സ്ഥാനത്ത് എത്തിയത്. അപ്പോൾ 2023 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111. കഴിഞ്ഞ വർഷം, അതായത് 2022 ഇന്ത്യയുടെ സ്ഥാനം 107 ആയിരുന്നു. അവിടെ നിന്നും വീണ്ടും പിറകിലേക്ക് പോയിരിക്കുകയാണ് ഇന്ത്യ. 2023 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111, 2022 107 ആയിരുന്നു. അടുത്ത ചോദ്യം, ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഇസ്രയേലിൽ നിന്നുള്ള ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്ന ഓപ്പറേഷൻ. ഉത്തരം ഓപ്പറേഷൻ അജയ്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഇസ്രയേലിൽ നിന്നുള്ള ഇന്ത്യക്കാരെ തിരിച്ചെത്തിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. അടുത്ത ചോദ്യം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ആസ്ഥാനം. ഉത്തരം NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ആസ്ഥാന മന്ദിരമാണ് NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ഏത് ദിനമായിട്ടാണ് ഇനി മുതൽ രാജ്യത്ത് ആചരിക്കുന്നത്? ഉത്തരം ദേശീയ ബഹിരാകാശ ദിനം. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ഏത് ദിനമായിട്ടാണ് ഇനി മുതൽ രാജ്യത്ത് ആചരിക്കുന്നത്? ഉത്തരം ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ് ആചരിക്കാൻ പോകുന്നത്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത് 2023 ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. USSR അല്ലെങ്കിൽ റഷ്യ, അമേരിക്ക, ചൈന എന്നിവയ്ക്ക് ശേഷം ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമായിരുന്നു ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമായിരുന്നു ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ P വീരമുത്തുവേലാണ്. ചന്ദ്രയാൻ 3ന്റെ മിഷൻ ഡയറക്ടർ മോഹൻകുമാർ ആണ്. ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? P വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3ന്റെ മിഷൻ ഡയറക്ടർ മോഹൻകുമാർ ആണ്. വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ S സോമനാഥ് ആണ്.
അദ്ദേഹമാണ് നിലവിലെ ചെയർമാനും വിക്ഷേപണ സമയത്തെ ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ സമയത്തെ ISROയുടെ ചെയർമാൻ എസ് സോമനാഥാണ്. നിലവിലെ ചെയർമാനും എസ് സോമനാഥ് തന്നെയാണ്. ISROയുടെ 10ാമത്തെ ചെയർമാനാണ് എസ് സോമനാഥ്. ISROയുടെ 10ാമത്തെ ചെയർമാനും ISRO ചെയർമാനാകുന്ന 5ാമത്തെ മലയാളിയുമാണ് എസ് സോമനാഥ്. ഒരിക്കൽ കൂടി പറയാം, ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ഇനി മുതൽ രാജ്യത്ത് ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ് ആചരിക്കാൻ പോകുന്നത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന 4ാമത്തെ രാജ്യവും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യവുമാണ് ഇന്ത്യ. 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ, ചന്ദ്രയാൻ 3ന്റെ മിഷൻ ഡയറക്ടർ മോഹൻകുമാർ, വിക്ഷേപണ സമയത്തെ ISROയുടെ ചെയർമാൻ എസ് സോമനാഥ്. അടുത്ത ചോദ്യം, പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മേധാവിയായി നിയമിതനായത്? സിനിമാ താരം ആർ മാധവൻ. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മേധാവിയായി നിയമിതനായത് ആർ മാധവനാണ്. അടുത്ത ചോദ്യം, UN-ൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി അടുത്തിടെ നിയമിതനായത് അരിന്ദം ബാഗി. യുണൈറ്റഡ് നേഷൻസിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി അടുത്തിടെ നിയമിതനായത് അരിന്ദം ബാഗിയാണ്. അടുത്ത ചോദ്യം, റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 നവംബർ 1 മുതൽ 2024 ഒക്ടോബർ 31 വരെ റോഡ് സുരക്ഷാ വർഷമായി ആചരിക്കുന്ന സംസ്ഥാനം? ഉത്തരം കേരളം. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 നവംബർ 1 മുതൽ 2024 ഒക്ടോബർ 31 വരെ റോഡ് സുരക്ഷാ വർഷമായി ആചരിക്കുന്ന സംസ്ഥാനം കേരളം. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ അതിദരിദ്രരായ കുടുംബങ്ങളെ ചേർത്തു നിർത്താൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ ഉജ്ജീവനം. സംസ്ഥാനത്തെ അതിദരിദ്രരായ കുടുംബങ്ങളെ ചേർത്തു നിർത്താൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് ഉജ്ജീവനം. അടുത്ത ചോദ്യം, വനിതകൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉറപ്പാക്കുന്നതിന് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച തുല്യതാ പഠന പദ്ധതിയാണ് യോഗ. വനിതകൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉറപ്പാക്കുന്നതിന് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച തുല്യതാ പഠന പദ്ധതിയാണ് യോഗ.